ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് കുറച്ച് ഹെൽത്ത് ടിപ്സായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം മഴക്കാലമാണ്, എല്ലാവർക്കും പകർച്ചപ്പനിയൊക്കെ ഉണ്ട്. അപ്പം കുട്ടികൾക്കാണ് ഏറ്റവും പെട്ടെന്ന് പകർച്ചപ്പനികൾ വരുന്നത്. അപ്പം നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും കുറച്ച് ശ്രദ്ധിക്കണം. തൊണ്ടവേദനയൊക്കെ വരാൻ മെയിനായിട്ടുള്ള കാരണം നമ്മൾ ഫ്രിഡ്ജിൽ നിന്നുള്ള നേരിട്ടുള്ള വെള്ളവും അങ്ങനെ ഫുഡുകളും തണുത്ത് ഐസ്ക്രീം അങ്ങനെയുള്ള ഫുഡുകളൊക്കെ കുട്ടികൾ നേരിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കഴിക്കുന്നത് ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചൂടോടുകൂടിയുള്ള ഭക്ഷണമേ ഈ മഴക്കാലത്ത് കഴിക്കാവുള്ളൂ. അങ്ങനെ തൊണ്ടവേദനയിലാണ് നമുക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നത്. അതിൽ വെള്ളമൊന്നും കുട്ടികൾക്കുള്ള മുതിർന്ന ആൾക്കാർ തണുത്തത് കുടിക്കരുത്. ചൂടുവെള്ളം കുടിക്കുക. അതുപോലെ ഭക്ഷണ സാധനങ്ങളൊക്കെ പരമാവധി നമ്മൾ ചൂടായിട്ട് തന്നെ കഴിക്കുക. ഇപ്പം ഐസ്ക്രീമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് എന്തെങ്കിലും സാധനം നമ്മൾ കഴിക്കും, കുറച്ച് സമയം ഒരു മണിക്കൂർ മുന്നേ നമ്മൾ അല്ലാത്ത ഭക്ഷണമൊക്കെ പുറത്ത് വെച്ചിട്ട് അത് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം മാത്രം അതൊക്കെ ചൂടാക്കാം. ഐസ്ക്രീമൊക്കെ പരമാവധി തണുപ്പത്ത് നമ്മൾ കഴിക്കണം, ഒഴിവാക്കുക. അല്ലെങ്കിൽ ഇച്ചിരി തണുപ്പ് മാറിയിട്ട് കഴിക്കുക. കുറച്ച് അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ചൂടുവെള്ളം കുടിക്കണം. ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ചൂടുവെള്ളം കുടിക്കുവാണെങ്കിൽ നമ്മുടെ തൊണ്ടയ്ക്കുള്ള ഇറിറ്റേഷൻ നമുക്ക് ഒഴിവാക്കിയെടുക്കാം. അതുപോലെ മറ്റൊരു കാര്യം, നമ്മൾ ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുമ്പം പരമാവധി നമ്മളത് തുറന്ന് വെക്കരുത്. പല്ലിയും പാറ്റ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ മുകളിൽ കൂടെ ഓടാനും ഒക്കെ ചാൻസ് ഉണ്ട്. മുകളിൽ നിന്ന് പല്ലി കാഷ്ണങ്ങൾ നമ്മൾ അറിയത്തില്ല. നമ്മൾ തണുപ്പ് മാറാൻ വേണ്ടി തുറന്ന് വെക്കും. അപ്പോൾ മുകളിൽ നിന്ന് പല്ലിക്കാട്ടങ്ങളൊക്കെ വീഴുന്നുണ്ടെന്ന് നമ്മൾ അറിയത്തില്ല. അതൊക്കെ കഴിക്കുക, അതൊക്കെ പോയ്സണാണ്. നമുക്കതൊക്കെ കഴിച്ച കുട്ടികൾക്ക് ഭയങ്കരമായ വയറിളക്കവും അങ്ങനെയുള്ള ഛർദിയൊക്കെ പ്രശ്നം. നമ്മൾ വിചാരിക്കും നമ്മൾ ഭക്ഷണം കഴിച്ചാൽ എന്തോ പ്രശ്നം വയറ്റിൽ പിടിക്കാത്തതുകൊണ്ട്, ചിലപ്പോൾ പല്ലിക്കാട്ടമായിരിക്കും. അപ്പോൾ അമ്മമാർ ശ്രദ്ധിക്കുക, എന്ത് ഭക്ഷണമാണെങ്കിലും നമ്മളത് ഇതൊന്നും വീഴാത്ത രീതിയിൽ വേണം വെക്കാൻ. മൊത്തത്തിൽ തുറന്ന് വെക്കരുത്. അതൊക്കെ പല്ലി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പൊടിയൊന്നും വീഴാത്ത രീതിയിൽ കൂടെ വേണം സാധനങ്ങളൊക്കെ വെക്കാനും. അധികം അങ്ങനെ തുറന്ന് വെക്കരുത്. അതുപോലെ കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. അവർ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കും, അവിടെയൊക്കെ ചിലപ്പോൾ പോയി പിടിക്കും. അപ്പം നമ്മുടെ കുട്ടികളുടെ കൈകളിലൊക്കെ പൊടിയുണ്ടാവും, കൈനഖമൊക്കെ നീണ്ടിട്ടുണ്ടാവും. അതൊക്കെ വൃത്തിക്ക് വെട്ടിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈകൾ വൃത്തിക്ക് കഴുകണം. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കൈകൾ വൃത്തിക്ക് കഴിപ്പിക്കണം, എന്നിട്ടേ ഭക്ഷണം കഴിക്കണം. അപ്പോൾ നമ്മൾ എത്ര ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നമ്മൾ ഹൈജനിക് അല്ല എങ്കിൽ നമ്മുടെ ശരീരവും കൈകളും നമുക്ക് ഇൻഫെക്ഷൻ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ പേരൻസും വീട്ടിലുള്ള എല്ലാവരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുട്ടികൾക്കാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ പെട്ടെന്ന് കയറി പിടിക്കണം. ഇപ്പോൾ വലിയ ആൾക്കാർക്കും വരും, കുട്ടികൾക്ക് ഈ കാര്യത്തിൽ അവർ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അടുത്തൊരു ഹെൽത്ത് ടിപ്പ് വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ, ലൈക്ക് ചെയ്യുക.